ഇതൊക്കെ എങ്ങനാടാ? നമ്മൾ കുറെ ആഗ്രഹിക്കും, ചിലത് കിട്ടും, ചിലത് കിട്ടുകയില്ല. കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരിക്കലും കിട്ടുകയില്ല. അതാ ജീവിതം. പോട്ടടാ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാൾ കൂടിയാണ് നമ്മളൊരു വീഡിയോ ലൈവായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡ്രോണിന്റെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് അല്ലെങ്കിൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 30 സെക്കൻഡുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ക്യാമറ ഒന്നും നിലവിലില്ലായിരുന്നു ഇന്നലെ വരെ. അപ്പോൾ ഒരു 3-4 മാസമായി നമുക്ക് നിലവിലുള്ള ഒരു ക്യാമറ നിങ്ങളെല്ലാവരും കണ്ടുള്ളതാണ്. നിക്കോണിന്റെ പവർ ഷോട്ടാണ്. ഇത് നമ്മളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി മേടിച്ചാണ്. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എല്ലാം അറിയാം. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. സൗണ്ടൊക്കെ കുറവാണ്, ഷെയ്ക്ക് ഉണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും അത്യാവശ്യം നമ്മളൊരു 1.5 വർഷക്കാലത്തോളം നമ്മൾ വീഡിയോ ചെയ്ത് ഈ പവർ ഷോട്ടിലാണ്. അപ്പോൾ ഈ ഒരു ക്യാമറ ഒരു പണി മുടക്കിയിട്ട് ഒരു 3-4 മാസമായി. നമ്മൾ മാക്സിമം ഇത് ഉപയോഗിക്കാവുന്നതിന് മാക്സിമം ഉപയോഗിച്ചിട്ടാണ് ഈ സാധനം ഡെഡായത്. അപ്പോൾ എന്തായാലും അങ്ങനെ ക്യാമറ ഇല്ലാണ്ടായി. പിന്നെ നമ്മൾ മൊബൈലിലേക്ക് 1-2 വീഡിയോ എടുക്കാന്നൊക്കെ ഓർത്ത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി ഒരു ചെറിയ പരീക്ഷണമൊക്കെ നടത്തി. പക്ഷെ അതൊന്നും ഒരു എന്താ പറയുക, ഒരു സ്റ്റെബിലൈസേഷനോ അല്ലെങ്കിൽ സൗണ്ടോ ക്ലാരിറ്റി ഒരുപാട് പരിമിതികളുണ്ട്. ഇപ്പോൾ മൊബൈലിൽ വീഡിയോ എടുക്കുന്ന ആളുകൾ ഒന്നും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഈ ക്യാമറ ഡെഡ് ആകുന്ന ഒരു 5 മാസമായി എന്ന് പറഞ്ഞു. അതിന് ഒരാഴ്ച മുമ്പാണ് നമ്മൾ ഡ്രോൺ എടുക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഈ ക്യാമറ കേടാവുന്നത് ഈ ഡ്രോൺ എടുക്കുന്നതിന് മുമ്പാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡ്രോൺ എടുക്കലൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ഗോപ്രോയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ക്യാമറയാണ് നമ്മൾ എടുക്കുള്ളായിരുന്നു. പക്ഷേ ഡ്രോൺ എടുത്തു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ ക്യാമറയ്ക്ക് പണി കിട്ടി. നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഒന്നും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഈ ക്യാമറ കേടായപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ക്യാമറ എടുത്ത് നമുക്ക് ഗോപ്രോ എടുത്ത് നമുക്ക് ഇങ്ങോട്ട് അയക്കാമെന്നൊക്കെ പറഞ്ഞ് ഇരുന്നാണ്. അപ്പോഴാണ് കൊറോണ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വന്നു. ആളുകൾ യാത്ര ചെയ്യാണ്ടായി. ദുബായിൽ നിന്ന് അങ്ങനെയുള്ള ആളുകൾ വരവ് കുറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നീണ്ടു പോയിട്ട് അവസാനം നമ്മുടെ ഒരു ക്രിസ്മസ് സമ്മാനമായിട്ടാണ് നമുക്ക് ഈ ഒരു ഗോപ്രോ ഹീറോ 8 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗോപ്രോ നമുക്ക് മേടിച്ചു തന്ന നമ്മുടെ റിലേറ്റീവ് ആയിട്ടുള്ള ജുനൈദാണ് നമുക്ക് മേടിച്ചു തന്നത്. പേര് പറയലെന്നൊക്കെ പല ആളുകളൊക്കെ പറയും. പക്ഷെ അങ്ങനെ നമുക്കൊരു ഗിഫ്റ്റ് മേടിച്ചു തന്ന ഒരാളുടെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ പല ആളുകൾ വീഡിയോസിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പേര് വെളിപ്പെടുത്താൻ പറ്റാത്ത ഒരാളാണ് എനിക്ക് ഗിഫ്റ്റ് തന്നത്. അങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. അപ്പം ജുനൈദാണ് നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് മേടിച്ചു തന്നത്. അതുപോലെ തന്നെ ജുനൈദ് വരുന്നത് ഒരു 3-4 മാസം കഴിഞ്ഞാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഡിലേ ആയി. അപ്പോൾ നമ്മുടെ ഇവിടെ ഡിഗ്രിക്ക് പഠിച്ച ഷിയാസ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഈ കഴിഞ്ഞ 25 ക്രിസ്മസിൻ്റെ അന്ന് ഷിയാസ് നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഷിയാസിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഇവരുടെ വീട് അടുത്താണ്. അങ്ങനെ മേടിച്ച് ഷിയാസിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് നമുക്ക് ഹീറോ 8 എന്ന് പറഞ്ഞ ക്യാമറ നമ്മുടെ കയ്യിൽ കിട്ടിയത്. ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഒരു 3-4 മാസമായിട്ട് നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഇരുന്ന് കഴിയുമ്പം ഇത്ര ഒന്നല്ല. എനിക്ക് തോന്നുന്നു 9 ഈ 2 മാസം മുമ്പ് 9 ഇറങ്ങി. 9ന്റെ റേറ്റ് എന്ന് പറയുന്നത് 40 സംതിങ് റേറ്റ് ആവും. ദുബായിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 36 രൂപയ്ക്കൊക്കെ ദുബായിൽ കിട്ടും. ഇവിടെ നാട്ടിലെ റേറ്റ് 43-45 ഒക്കെയാണ്. എങ്കിലും 9ന് മുമ്പ് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ല ഒരു വേരിയന്റ് അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്റ്റെബിലൈസേഷൻ ഹൈപ്പർ സ്മൂത്ത് ആണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈപ്പർ സ്മൂത്ത് 2.0 ആണ്. അതിന് അതുപോലെ തന്നെ കുറേ ക്വാളിറ്റീസ് ഇവിടെ ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ ക്വാളിറ്റീസ് ഉള്ള നമുക്ക് 9 എടുത്തില്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് ഹീറോ 8 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ചൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ കയ്യിലേക്ക് ഇത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് രാത്രിയാണ് ഈ സാധനം കിട്ടിയോണ്ട് നമ്മൾ രാത്രിയാണ് ഇതിന്റെ വിഷ്വൽ എടുക്കാൻ നോക്കുന്നത്. അപ്പം നമ്മുടെ കടയിലാണ് നമ്മൾ ഇരിക്കുന്നത്. കടയിലെ 1-2 ട്യൂബൊക്കെ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഇതിന്റെ വിഷ്വൽസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. നിങ്ങൾ ഒരുപാട് ഗോപ്രോയുടെ അൺബോക്സിങ് കണ്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഒരു പ്ലാസ്റ്റിക് കവറുണ്ട്. ഈ പ്ലാസ്റ്റിക് കവർ തുറക്കുമ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ഗോപ്രോയുടെ ബോക്സ്. ഇവിടെ ഹീറോ 8 ബ്ലാക്ക്. ഇതിന് ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹൈപ്പർ സ്മൂത്ത് ആണ്. നമുക്ക് എന്തോരം ഷെയ്ക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഓപ്ഷനുള്ള ഒരു ക്യാമറയാണ് ഹീറോ 8, 7 അങ്ങനെയുള്ള ക്യാമറ. 8ലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. 12 MP ക്യാമറ, അതുപോലെ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഗോപ്രോ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ പാക്കിൽ വരുന്ന കാര്യങ്ങൾ, ഡേറ്റ കേബിള്, ഒരു മൗണ്ട്, നമുക്ക് ഹെൽമെറ്റിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു മൗണ്ട്, പിന്നെ കാറിൻ്റെ ഡാഷ്ബോർഡിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു മൗണ്ട്, പിന്നെ ഒരു സ്ക്രൂ, ഒരു ബാറ്ററി, പിന്നെ ക്യാമറ. ഇതാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാൻ then ഇവിടെ ഒരു ചെറിയൊരു ഓപ്പൺ ആക്കാനുള്ള ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കീറുക. കീറി കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ബോക്സ് ഓപ്പൺ ആവും. ഓപ്പൺ ആയി കഴിയുമ്പോൾ then ഇവിടെ ഒരു വൈറ്റ് ബോക്സ് ഉണ്ട്. ആ വൈറ്റ് ബോക്സ് നമുക്ക് പയ്യെ വലിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോപ്രോ ഹീറോ 8.
ഞങ്ങൾക്ക് ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇത് ഓപ്പൺ ആക്കി കഴിയുമ്പം ചെറിയൊരു ബോക്സ് ഉണ്ട്. ആ ബോക്സിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ ഡേറ്റ കേബിൾ ഉണ്ട്, ചാർജ് ചെയ്യാനുള്ള ഡേറ്റ കേബിൾ. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു മൗണ്ട്, നമുക്ക് ഹെൽമെറ്റിലൊക്കെ നമുക്ക് ഇതുണ്ട്, കുറച്ചുകൂടെ കെയർവായിട്ടുള്ളതാണ്, നമുക്ക് ഹെൽമെറ്റിലൊക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു മൗണ്ട് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി ഉണ്ട്. ഒരു ബാറ്ററിയാണ് നമുക്കുള്ള, വളരെ ചെറുതാട്ടോ, ബാറ്ററിയൊക്കെ വളരെ സൈസ് വളരെ കുറവാണ്. നമ്മൾ അഡീഷണൽ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു ബാറ്ററി കൂടെ അഡീഷണൽ എടുക്കണം. അപ്പോൾ ഒരു ചെറിയ ബാറ്ററി ഉണ്ട്. പിന്നെ എൻ്റെ താഴത്തേക്ക് വരുവാണെങ്കിൽ കുറേ യൂസർ മാനുവലുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ ഗോപ്രോ നമുക്ക് വയ്യൊന്ന് ഇത് മൗണ്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് നമുക്ക് ഈ ഒരു മൗണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മൗണ്ടാണ്. നമുക്ക് എന്തായാലും ഇത് ജസ്റ്റ് ഒന്ന് ഈ ഒരു സ്ക്രൂ നമുക്ക് അഴിക്കാം. അപ്പോൾ നമ്മുടെ ഗോപ്രോ ഹീറോ 8 നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹീറോ 8 കുഞ്ഞൻ ക്യാമറ. അതിൻ്റെ ഫ്രണ്ടിൽ ലെൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ടൈമൊക്കെ അറിയാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഗ്ലാസിൻ്റെ ഒരു ഏരിയ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീക്കർ ഫ്രണ്ടിലാണ്. ഹീറോ 8ൻ്റെ സ്പീക്കർ ഫ്രണ്ടിലും അതുപോലെ തന്നെ 7ൻ്റെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു സൈഡിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു 2 സൈഡിൽ എവിടെയും കണ്ടാണ് 7ൻ്റെ സ്പീക്കർ വരുന്നത്. ബാക്കിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ, ഇതിൻ്റെ നമുക്ക് സ്ക്രീന് ടച്ച് സ്ക്രീനാണ്, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ക്രീന്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനുള്ളൊരു ബട്ടൺ. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്തായാലും ഇതിൻ്റെ അകത്തേക്ക് ബാറ്ററിയും അതുപോലെ തന്നെ SD കാർഡും നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് റിമൂവ് ചെയ്യുക. ഇവിടെ റിമൂവ് ചെയ്യുമ്പോൾ ഇവിടെ റെഡ് കളറിലേക്ക് വരും. ദെൻ റെഡ് കളറിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് പിടിച്ച് നമ്മൾ ഹോൾഡ് ചെയ്ത് മുകളിലേക്ക് വെക്കുമ്പോൾ ഇവിടെയാണ് നമ്മൾ SD കാർഡ് ഇടുന്നത്. ഇവിടെ ഒരു ചെറിയൊരു സ്ലോട്ടുണ്ട്. അപ്പോൾ ഈ മെമ്മറി കാർഡ് നമ്മൾ ഈ ഒരു സ്ലോട്ടിലേക്ക് ഇടുക. പിന്നെ ഈ ഒരു സ്ലോട്ടിലേക്ക് നമ്മുടെ മെമ്മറി കാർഡ് ഇടുക. പ്രസ് ചെയ്ത് വെക്കാം. ഇത് പയ്യെ പ്രസ് ചെയ്ത് വെക്കാം. അതിനടുത്ത് നമ്മുടെ ബാറ്ററിയാണ്. ബാറ്ററി നമ്മൾ ഇതിൻ്റെ ഇങ്ങനെയാണ് നമ്മൾ ഇടേണ്ടത്. അപ്പോൾ നമുക്ക് ബാറ്ററിയും കൂടെ ഇടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാറ്ററി സെറ്റായി. അതുപോലെ തന്നെ മെമ്മറി കാർഡ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി എന്തായാലും ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു സ്റ്റിക്കർ നമുക്കിവിടെ റിമൂവ് ചെയ്യാനുണ്ട്. ഈ ഒരു സ്റ്റിക്കർ നമുക്ക് പയ്യെ റിമൂവ് ചെയ്യാം. നമ്മൾ എന്തായാലും ജസ്റ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് നമ്മൾ സ്റ്റിക്കർ റിമൂവ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റിക്കർ ഒന്ന് റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഗോപ്രോ ഹീറോ 8 ബ്ലാക്ക് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സെറ്റിങ്സ് ഉണ്ട്, കണ്ടിന്യൂവർ, കുറേ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു വീഡിയോ നമുക്ക് എടുത്തു നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഷോട്ടാണ് ഗോപ്രോയുടെ. അപ്പോൾ നമ്മുടെ കടയാണിത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളെന്തായാലും ഗോപ്രോയുടെ സൗണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ഗോപ്രോയിലാണ് വീഡിയോ എടുക്കുന്നത്. ഇത് എവിടുന്ന കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ ദുബായ്. ദുബായിന്ന് ദുബായിന്ന് ഷാർജ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്നാണ് നമ്മള് അമ്മുവിന്റെ കയ്യിലേക്ക് ക്യാമറ കൊടുത്തു കഴിഞ്ഞാൽ അമ്മ തള്ളിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. രാത്രിയാണ് നമ്മൾ ഇതൊന്ന് ഓപ്പൺ ആക്കിയത്. അപ്പോൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നു 2-3 ലൈറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു വിഷ്വലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അതിൻ്റെ സ്റ്റെബിലൈസേഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം.